ഹായ്, ഇന്ന് സ്വല്പം വീട്ടുകാര്യങ്ങളാണ് കേട്ടോ. കുറച്ച് വീട്ടുപണികൾ. ഇന്ന് രാവിലെ തന്നെ സാനുക്കുട്ടിക്ക് സ്കൂളിൽ പോകണം, സാനുക്കുട്ടിയുടെ അമ്മയ്ക്ക് ജോലിക്ക് പോകണം. അപ്പം അതിൻ്റെ കുറച്ച് തിരക്കുകൾ. രാവിലെ തന്നെ വേസ്റ്റൊക്കെ എടുത്ത് ഇതുപോലെ കെട്ടി പുറത്ത് വയ്ക്കും കേട്ടോ. ഇതുപോലെ വാതിലിൻ്റെ പുറത്ത് വെച്ചാൽ മതി കേട്ടോ. വേസ്റ്റ് എടുക്കുന്ന ആളുകൾ വന്ന് വേസ്റ്റ് എടുത്തുകൊണ്ട് വെക്കോളും. ഇതിങ്ങനെ സെപ്പറേറ്റായിട്ട് കെട്ടണം എന്ന് മാത്രമേ ഉള്ളൂ. കിച്ചൺ വേസ്റ്റ് ഒരു കവറിൽ, പിന്നെ പ്ലാസ്റ്റിക് കവറുകളെല്ലാം വേറെ കവറിൽ, പിന്നെ ബാത്റൂം വേസ്റ്റ് ഉണ്ടെങ്കിൽ അത് വേറെ കവറിൽ, അങ്ങനെ സെപ്പറേറ്റായിട്ട് കെട്ടി വാതിക്ക വെച്ചാൽ മതി. അവർ വന്ന് എടുത്തുകൊണ്ട് വെക്കോളും. നമുക്കൊന്നും അറിയേണ്ട കാര്യമില്ല. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് അപ്പവും ചിക്കൻ കറി ആയിട്ടാണ് ഉണ്ടാക്കാൻ പോകണം. അപ്പം മോള് ജോലിക്ക് പോകുമ്പോൾ ഉച്ചയ്ക്ക് ലഞ്ചിന് അത് തന്നെ ഉണ്ടാക്കോളും. അപ്പോൾ വലിയ പണി വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ഉണ്ടാക്കാൻ പോകണമെന്ന് വെച്ചാൽ തലേ ദിവസം പണിയൊന്നും എളുപ്പമാകാൻ വേണ്ടി തലേ ദിവസം എല്ലാം അരിഞ്ഞ് ഇതുപോലെ പാത്രത്തിലാക്കി വയ്ക്കും. അപ്പോൾ ഇത് ഞാൻ ലുലു എംഫോമോളിൽ നിന്ന് മേടിച്ചതാട്ടാ. ഒരു 5 ഉണ്ട്, 5 ഉണ്ട്. അതിന് 199 രൂപ കേട്ടാ. ഉണ്ടാ 199 രൂപയ്ക്ക് 5. ഇത് വാങ്ങിച്ചുകൊണ്ട് ഒരുപാട് ഗുണമായി. ഇത് ഫ്രിഡ്ജിൽ വയ്ക്കുക. ഞാൻ ഈ സവാളയൊക്കെ അരിഞ്ഞിട്ട് അടച്ച് ഫ്രിഡ്ജിൽ വയ്ക്കും. അതുപോലെ വെളുത്തുള്ളി, പപ്പടം, ഇത് പൊട്ടിച്ച പപ്പടമാണ്. അപ്പം അത് 2-3 എടുത്ത് കാച്ചിയതാണ്. അപ്പം പിന്നെ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ വല്ല പല്ലിയും വന്ന് നക്കിയാലോ. അപ്പം ഇതുപോലെ അടച്ച് വെച്ച് കഴിഞ്ഞാൽ അതവിടെ ഭദ്രമായിട്ട് ഇരുന്നോളൂന്ന്. അപ്പം എനിക്കാണെങ്കിൽ പണിയെടുക്കാനൊക്കെ ഇത്തിരി സാവകാശം. അപ്പം ഞാൻ തലേ ദിവസം തന്നെ ഇതൊക്കെ അരിഞ്ഞൊക്കെ വെച്ച് കഴിഞ്ഞാൽ പകുതി പണി കുറവാണല്ലോ. അങ്ങനെ വിചാരിച്ചായിരിക്കണം. സാൻവിക്കുട്ടിക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ ഉപ്പുമാവാട്ടോ കൊടുക്കണം. അപ്പം അതിന് തേങ്ങ ഉറച്ച് ചിരണ്ടി ഇതുപോലെ എടുത്ത് അതും അടച്ച് വയ്ക്കും. അതും ഫ്രിഡ്ജിൽ വയ്ക്കും. അപ്പം ഇനി ഇതെല്ലാം കൂടി ഇട്ടൊന്ന് കൂട്ടണ പണി മാത്രമല്ലേ രാവിലെ ഉണ്ടാവുള്ളൂ. 5 എന്തേ ഇങ്ങനെയാണ് കേട്ടോ. വലുത് ചെറുത് അങ്ങനെ ഒരു 5. ഞങ്ങളുടെ ബാൽക്കണിയിൽ നല്ല വെയിലാണ് കേട്ടോ. ഒരു 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നല്ല വെയിൽ വരും. പണിത്തിരക്കിൻ്റെ ഇടയിലുണ്ടല്ലോ, കുറച്ച് വെയിൽ കൊണ്ടിട്ട് ബാക്കി പണി ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. ഒരു 10 മിനിറ്റെങ്കിലും ഇവിടെ വന്ന് നിന്ന് രാവിലെയുള്ള ആ വെയിൽ ഇത്തിരി കൊള്ളാറുണ്ട്. നല്ലതല്ലേ അത്. ഇവിടെ ബാൽക്കണിയിൽ വെയിൽ കിട്ടണത് കൊണ്ടാണ് ഇവിടെ വന്ന് നിൽക്കണത്. താഴെ പോയി നിൽക്കാനൊന്നുള്ള സമയം ഉണ്ടാവില്ല. സാനിയക്കുട്ടിയുടെ ലഞ്ച് റെഡി ആയിട്ടാ. ഉപ്പുമാവും നട്ട്സും. ഇപ്പോൾ 3 മണിക്കൂറേ ഉള്ളൂ സ്കൂളിൽ ഇരിക്കുള്ളൂ. ആ 3 മണിക്കൂർ എന്തായാലും ഇത് കഴിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നട്ട്സ് മാത്രം കൊടുത്താലും മതിയായിരുന്നു. പക്ഷെ ഉപ്പുമാവോ ദോശയോ ഇഡ്ഡലിയോ ഒക്കെ കൊടുക്കുമ്പോൾ അതൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പോൾ കഴിപ്പിക്കുന്നുണ്ട് അവർ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഉപ്പുമാവ് കൊടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇങ്ങനെ രണ്ടും കുറേശ്ശെ ഇങ്ങനെ കൊടുക്കും. ഞാൻ സാൻവിക്കുട്ടി സ്കൂളിൽ പോകാൻ റെഡിയായി. ഇനി സ്കൂളിൽ പോയി വന്നിട്ട് ബാക്കിയുള്ള വിശേഷങ്ങളെല്ലാം ഇനി അടുത്ത വീഡിയോയിൽ കേട്ടോ. അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. ഓക്കെ, ബൈ പറഞ്ഞേ. ബൈ. ബൈ.